നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്സ്ഫോർഡ് സിറ്റി സെൻ്ററിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു പ്രത്യേകത ദിവസമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള മനു എന്ന് പറയുന്ന വ്യക്തി 3യിൽ നിന്നൊരു കണക്ഷൻ, അതായത് 3യുടെ ഒരു ഐഫോൺ ആപ്പിൾ എടുത്തിരിക്കുകയാണ്. ഇത് ആപ്പിളിൽ വൈറ്റ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, ഫോറസ് ആണ് എടുത്തിരിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം കാത്തിരിപ്പിന് ശേഷം മനു അതാണ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ബില്ലാണിത്. 35 പൗണ്ട്സ്. സത്യം, ഇതെല്ലാം സത്യമാണ്. ഞാൻ എഴുതിയാൽ ഇതെല്ലാം സത്യമാണ്. 35 പൗണ്ട്സ് മാസം ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്രോ സിമ്മും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമ്മിൻ്റെ നമ്പർ ഇതാണ് സിമ്മ്. അതൊരു നമ്മുടെ നാട്ടിലെ പോലെ ലോക്കൽ സിമ്മൊന്നുമല്ല, ഇത് മൈക്രോ സിമ്മാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മനുവിലേക്ക് എത്തിച്ചേരാം. നമുക്ക് മനുവിനോട് തന്നെ ചോദിക്കാം, എന്താണ് മനുവിന് ഈ ഫോൺ ചൂസ് ചെയ്യാനുള്ള മനുവിനുണ്ടായ പ്രചോദനം എന്താണ്? അത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു തെണ്ടിയുണ്ട്, അവൻ്റെ ഒരു പണി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. കൂടെയുള്ള തെണ്ടി എന്ന് ഉദ്ദേശിച്ചത് വളരെ അടുത്ത് നിൽക്കുന്ന ആള്. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആള് സുന്ദരനാണ്, സുമുഖനാണ്. സുഹൃത്തിനെ നമുക്ക് വിളിക്കാം. പിന്നെ ഈ ഐഫോൺ ചൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം അത് തന്നെ. ഇപ്പം പിന്നെ എൻ്റെ ഒരു എന്നാ പറയുന്നത്, റൂംമേറ്റ്, ഹൗസ്മേറ്റ് താമസിക്കാതെ ഒരു വിവാഹത്തിന് എനിക്ക് പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഐഫോണെങ്കിലും ഇല്ല, വിവാഹത്തിന് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കാലത്ത് ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോണിനേക്കാളും നല്ലൊരു ഇതായിട്ട് ആളുകളെല്ലാം പറയുന്നത് സാംസങ് ഗാലക്സിയാണ്. താങ്കൾ അത് ചൂസ് ചെയ്യാതെ ഈ ഐഫോൺ തന്നെ താങ്കൾ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഐഫോൺ എന്താ അറിയത്തില്ല, എൻ്റെ വെല്ലിച്ചൻ മുതൽ ഈ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട്. അപ്പം എൻ്റെ അയാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പണ്ട് പുള്ളിയോട് ഇത് ഐഫോൺ കണ്ടുപിടിക്കാനുള്ള പ്രചോദനം ഞങ്ങളുടെ വെല്ലിച്ചനായിരുന്നു. ഞങ്ങളുടെ വെല്ലിച്ചൻ പണ്ടിങ്ങനെ എന്താണ് പറയുന്നത്, സഞ്ചാരിയായിരുന്നു. പുള്ളി ഇങ്ങനെ സഞ്ചാരിയായിരുന്നു. അങ്ങനെ പുള്ളി ഒരു വർഷം ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കുരങ്ങൻ ഇങ്ങനെ മറ്റൊരു കുരങ്ങനുമായിട്ട് ഇങ്ങനെ ആശയവിനിമയം ചെയ്യുന്നു. വിത്തൗട്ട് വേർഡ്സ്. അപ്പം പുള്ളി ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് പുള്ളി ഈ ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നത്. പിന്നെ അങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം പുള്ളി ഐഫോൺ കണ്ടുപിടിക്കണമെന്ന് മറ്റേ പാർട്ടിയോട് പറയുകയും പുള്ളി കണ്ടുപിടിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം. താങ്കളിപ്പോൾ ശരിക്കും ഇത് സംതൃപ്തനാണോ ഈ ഫോൺ എടുക്കൽ? അല്ല, തീർത്തും സംതൃപ്തനല്ല. ഇതിന് ഇതുകൊണ്ട് ചില യൂസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായും സംതൃപ്തനാണ്. ഓക്കെ, നമുക്ക് ഇനി ഈ മനുവിന്റെ സുഹൃത്തായ ഷംസുവിലേക്ക് തിരിച്ചു വരാം. താങ്കളും ഇതിനകത്ത് ഒരു പങ്കുണ്ടായിരുന്നു. താങ്കളും കൂടിയിട്ടാണല്ലോ ഈ ഫോൺ എടുക്കാനായിട്ട് പോയത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഫോൺ ചൂസ് ചെയ്തത് എന്താണ്? താങ്കളുടേതായ ഒരു അഭിപ്രായം കൊണ്ടാണോ ഇതിന് ഈ ഫോൺ? താങ്കൾക്കുള്ള പണി എന്തായാലും ഇതുകൊണ്ട് ആൻസർ കിട്ടിയില്ല. ഞാൻ താങ്കൾ ബുദ്ധിമാനാണ്, താങ്കൾ അതിൽ നിന്ന് വഴുതി മാറുകയാണ്. ഇതിലുള്ള ആൻസർ എനിക്ക് കിട്ടിയില്ല. ഇനി തലേന്ന് മുണ്ട് മാറ്റി എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ തലേ മുണ്ടിട്ട് ശീലിച്ചവന്റെ അടുത്ത് താങ്കളാണോ ഈ ഐഫോൺ ഇത് എടുക്കാനുള്ള പ്രചോദനം താങ്കളായിരുന്നു? താങ്കൾക്കുള്ള എന്തായാലും പണി ഐഫോൺ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയില്ല. ഐഫോൺ എടുത്തത് അതിൽ ഐഫോൺ എടുത്തോണ്ട് താങ്കൾ ഉദ്ദേശിപ്പിക്കുന്ന ഈ ആളെ കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ഐഫോൺ എടുക്കാൻ പ്രേരിപ്പിച്ചത്? അങ്ങനെയും പറയാം, എത്രയും പെട്ടെന്ന് എടുക്കാൻ അതെ, താങ്കളിപ്പോ നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുത്താണെങ്കിലും ഞങ്ങൾ ഇത് എടുക്കുമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഇനി ഫ്രണ്ട്സിന് എന്തെങ്കിലും ട്രീറ്റ് എന്തെങ്കിലും കൊടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും അതൊരു ഷോക്ക് ട്രീറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പൊ ഇനി വളരെ ഐഫോണുമായിട്ടുള്ള താങ്കളുടെ ജീവിതം വളരെ ഒരു മനോഹരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. നിനക്കുള്ള പണി.